ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു കഥയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട്, അതൊക്കെ കാണുക. നല്ല നല്ല മോട്ടിവേഷൻ സ്റ്റോറിയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് അടിക്കണേ. നമുക്ക് കഥയിലേക്ക് പോയാലോ? അപ്പോൾ ഇന്നത്തെ കഥയുടെ പേരാണ് വിധിച്ചതേ കിട്ടുകയുള്ളൂ. പെഷവാറിൽ അധ്വാനശീലനായ ഒരു പട്ടുനെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. അയാൾ ബുദ്ധിമുട്ടി പണിയെടുത്തിട്ടും പറയത്തക്ക പ്രയോജനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അയാളുടെ ഒരു സ്നേഹിതനുണ്ട്. പരുത്തി വസ്ത്രങ്ങൾ നെയ്യുന്ന ആളാണ് അദ്ദേഹം. ഒരു ദിവസം പട്ടുനൂൽ നെയ്ത്തുകാരൻ തൻ്റെ ചങ്ങാതിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയി. ആ വീട് എല്ലാം കൊണ്ടും ഐശ്വര്യമുള്ളതാണെന്ന് അയാൾക്ക് തോന്നി. നല്ലൊരു വീടും അതിനൊത്ത ജീവിത രീതിയുമുള്ള സുഹൃത്തിൻ്റെ സൗഭാഗ്യ ജീവിതം കണ്ട് പട്ടുനൂൽ നെയ്ത്തുകാരൻ ഇങ്ങനെ ചിന്തിച്ചു. ആവശ്യത്തിന് പട്ടുനൂൽ പോലും കിട്ടാതെ താൻ വിഷമിക്കുമ്പോൾ വെറും ഒരു പരുത്തി നൂൽ നെയ്ത്തുകാരനായ ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ സമ്പാദിച്ചത്? വല്ല നിധിയും കിട്ടിയിരിക്കുമോ? അങ്ങനെ പലതും ആലോചിച്ച് പട്ടുനൂൽ നെയ്ത്തുകാരൻ സ്വന്തം വസതിയിലെത്തി. പരുത്തി നൂൽ നെയ്ത്തുകാരൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ വിവരിച്ചതിന് ശേഷം അയാൾ ഭാര്യയോട് പറഞ്ഞു, ഇനി ഞാൻ ഈ നാട്ടിൽ താമസിക്കുന്നില്ല. എൻ്റെ കൈത്തൊഴിലിനെ മാനിക്കുന്നവർ ഇവിടെയില്ല. അതുകൊണ്ടാണ് എനിക്ക് അഭിവൃദ്ധി ഇല്ലാത്തത്. ഞാൻ ഇവിടം വിട്ട് പോവുകയാണ്. മറ്റെവിടെയെങ്കിലും എൻ്റെ തൊഴിലിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതിരിക്കുകയില്ല. അത് കാരണം വല്ല അഭിവൃദ്ധിയും ഉണ്ടാകുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാമല്ലോ. അത് കേട്ട് ഭാര്യ ചിരിച്ചു. അധിക്ഷേപ സ്വരത്തിൽ അവൾ പറഞ്ഞു, ഇവിടെ താമസിച്ചു സമ്പാദിക്കാനാവാതെ നിങ്ങൾ അന്യനാട്ടിൽ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. പിറന്ന നാട് വിട്ടു പോകുന്നത് അത്ര നല്ല കാര്യവുമല്ല. ഇതൊക്കെ വിധിയാണെന്ന് കരുതിക്കൂടെ? ഭാര്യയുടെ ഉപദേശമൊന്നും പട്ടുനൂൽ നെയ്ത്തുകാരൻ്റെ ചെവിയിൽ കടന്നില്ല. അയാൾ മറുനാട്ടിലേക്ക് പോകുക തന്നെ ചെയ്തു. കുറേ കാലം മറുനാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിച്ച അയാൾക്ക് അവിടുത്തെ അധ്വാനം കൊണ്ട് നല്ലൊരു തുക മിച്ചം വെക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അയാൾ സ്വദേശത്തേക്ക് മടങ്ങി. കാൽനടയായി സഞ്ചരിച്ചത് കൊണ്ട് പട്ടുനൂൽ നെയ്ത്തുകാരൻ വല്ലാതെ ക്ഷീണിച്ചു. വഴിയരികിൽ ഒരു മരച്ചുവട്ടിൽ അയാൾ വിശ്രമിക്കുവാൻ കിടന്നു. കിടന്നതും ക്ഷീണം കാരണം അയാൾ കൂർക്കം വലിച്ചുറങ്ങി. അയാൾ ഉറങ്ങുന്നത് നോക്കി ഒരു കള്ളൻ അപ്പുറത്ത് നിൽക്കുന്നത് അയാൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പട്ടുനെയ്ത്തുകാരൻ ഉറങ്ങിയ തക്കം നോക്കി കള്ളൻ അടുത്തു വന്ന് പണസഞ്ചി കൈക്കലാക്കി കടന്നു കളഞ്ഞു. പ്രഭാതത്തിലാണ് ആ സാധു ഞെട്ടി ഉണർന്നത്. ഉടനെ പണസഞ്ചി പരതി നോക്കി. എങ്ങും കാണുന്നില്ല. വെച്ച സ്ഥലത്ത് വീണ്ടും തിരിഞ്ഞു. അയാൾ പരിഭ്രമിച്ചു വല്ലാതായി. ആരോട് പറയാനാണ്? എൻ്റെ അശ്രദ്ധയും സൂക്ഷ്മതയില്ലായ്മയുമാണ് സമ്പാദിച്ചത് നഷ്ടപ്പെടുവാൻ ഇടയാക്കിയത്. വല്ല കള്ളന്മാരും പറ്റിച്ചതായിരിക്കും. ആ പണസഞ്ചി നഷ്ടപ്പെട്ട മനോവേദനയുമായി അയാൾ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്നയുടനെ അയാൾ നടന്ന സംഭവങ്ങൾ സങ്കടത്തോടെ ഭാര്യയോട് വിവരിച്ചു കൊടുത്തു. ഭാര്യ സഹതപിച്ചുകൊണ്ട് പറഞ്ഞു, വിധിയെ തോൽപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? എല്ലാം മറന്ന് വീണ്ടും ജോലി ചെയ്ത് ജീവിക്കുവാൻ നോക്കുക. പട്ടുനെയ്ത്തുകാരനും പിന്നെ ഒന്നും പറയുവാൻ നാവ് പൊന്തിയില്ല. കൊതിച്ചത് കിട്ടില്ല, വിധിച്ചതേ കിട്ടുകയുള്ളൂവെന്ന് അയാൾക്കപ്പോൾ ബോധ്യമായി. അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ കൊതിക്കുന്നതൊന്നും നമ്മൾക്ക് കിട്ടില്ല. അത് നമ്മൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. എന്ന് വെച്ച് നമുക്ക് കിട്ടുന്നതെല്ലാം സങ്കടപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കില്ല. ഏതെങ്കിലും ഒരു നാൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങളും വിധിച്ചത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനായി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം.